താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രി. നഗരസഭ 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സെന്ററിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തില് ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ആശ്വാസം എന്ന് പറയാൻ കാരണം ഈ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് കൂടി ആശ്വാസമാണ്. ഈ ആശുപത്രിയെ കുറിച്ച് നമുക്കിപ്പോൾ അഭിമാനവും ഈ ആശുപത്രി വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതിനിവിടുത്തെ ജനപ്രതികൾ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, ഒട്ടേറെ സാമൂഹ്യ സംഘടനകളുടെ എല്ലാം പിൻബലമുണ്ട്, സഹായമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ, അവരാണ് ഒരു ആശുപത്രിയെ കൂടുതൽ പ്രയോജനകരമാക്കുന്നത്. ഡോക്ടർമാരെന്നല്ല, ഡോക്ടർമാരുടെ സമീപനം അതൊരു മാതൃകയാണ് ഈ ആശുപത്രി. ഇവിടെ ഇപ്പോഴും നസീമ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ പോയെങ്കിലും ഇവിടുത്തെ ആളുകൾ എന്നും പറയുന്ന പേരാണ് നസീമ. നസീമ പോയപ്പോൾ വന്നവരും ഡോക്ടർ സുനിലാണെങ്കിലും സന്ദീപാണെങ്കിലും അതുപോലെ മറ്റുള്ള എല്ലാ ഡോക്ടേഴ്സും ഇവിടുത്തെ ജീവനക്കാരും രോഗികളോട് കാണിക്കുന്ന ഒരു കാരുണ്യവും അനുകമ്പയും പരിചരണവും ഈ രംഗത്ത് ഈ ആശുപത്രിയെ കൂടുതൽ സൽപ്പേർ ഉയർത്താനും ജനങ്ങൾക്ക് സഹകരിക്കാനുള്ള സാഹചര്യം അന്തരീക്ഷിക്കുന്നു. ഈ ആശുപത്രിയുടെ ഓരോ ഘട്ടത്തിലും ഒട്ടേറെ വ്യക്തികളുടെ, ജനപ്രതികളുടെ, സംഘടനകളുടെ പിന്തുണയുണ്ടാകും. കാലാകാലങ്ങളിൽ വിനിയോഗം സ്വീകരിച്ച ബഹുമാനരായ മുൻ MPമാരും മുൻ MLAമാരും, നമുക്കറിയാം ഇവിടെ റോട്ടറി ക്ലബ് പോലെയുള്ള സ്ഥാപനങ്ങൾ, ബച്ചത് സൊസൈറ്റി പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. MLA റോജി M. ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. റോട്ടറി ക്ലബ് 75 ലക്ഷം രൂപ വിലമതിപ്പുള്ള 3 മെഷീനുകൾ സംഭാവന ചെയ്തു. സെന്ററിനു വേണ്ട ജലശുചീകരണ പ്ലാന്റ് ബെന്നി ബെഹനാൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ചിലവിട്ടാണ് സ്ഥാപിച്ചത്. സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള 1 കോടിയിൽ പരം രൂപ ചിലവഴിച്ചു വരുന്ന അനുബന്ധ ഉപകരണങ്ങൾ കൂടി ലഭ്യമാകുമ്പോൾ 8 മെഷീനുകൾ ഉൾപ്പെടുത്തി 1 മാസത്തിനുള്ളിൽ സെന്റർ പൂർണ്ണമായും വൃക്കാരോഗ്യ പരിചരണത്തിനായി സജ്ജമാകും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റൻ ഡി പാറക്കൽ, ലിസി പോളി, ലെക്സി ജോയ്, റോസ്ലി തോമസ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, റോട്ടറി ക്ലബ് പ്രസിഡന്റ് രമേശ് കൊങ്ങാട്ടിൽ, കൗൺസിലർമാർ, ആശുപത്രി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു.